ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് പറയാം. അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൽ FW സീറ്റ് കിട്ടിയാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും FW തന്നെ കിട്ടുമോ, അതോ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിൽ വലിയ കാര്യമൊന്നുമില്ല, ചിലപ്പോൾ സെയിം തന്നെ ആയിരിക്കാം, ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവാം എന്നുള്ളത്. അപ്പോൾ FW സീറ്റിനെ പറ്റി ഇപ്പോൾ മിക്കവരും അവെയറാണ്. അതായത് നമ്മൾക്ക് AI സീറ്റ് നൽകുന്ന ട്യൂഷൻ ഫീ വേവിയറാണ്. അവിടെ ഒരു റിസർവേഷനും പ്രശ്നമില്ല, എല്ലാവർക്കും AI സീറ്റ് നൽകുന്നുണ്ട്. അവിടെ കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ ഒരു ട്യൂഷൻ ഫീ നമുക്ക് അടക്കേണ്ടാത്ത അല്ലെങ്കിൽ മിനിമം കുറച്ച് അടയ്ക്കേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകവും നല്ല റാങ്കും നോക്കിയിട്ടാണ് ആ ഒരു ട്യൂഷൻ ഫീ വേവിയർ അല്ലെങ്കിൽ FW സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് പ്രിൻസിപ്പളാണ് ആ ഒരു മാർക്കും റാങ്കൊക്കെ നോക്കിയിട്ട് കുട്ടികൾക്ക് ആ ഒരു ഇതിലേക്കുള്ളത് AI സീറ്റിക്ക് അയച്ചിട്ട് അത് പിന്നീട് അലോട്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഓരോ അലോട്ട്മെൻറ്റിലും FW സീറ്റ് എന്ന് പറഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, അതിൽ നമ്മൾ കിട്ടിയേക്കുന്ന സീറ്റ് FW ആണ്. അപ്പോൾ അതിൽ ആ ഒരു അലോട്ട്മെൻറ്റിലാണ് നമുക്ക് FW ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സിൽ കിട്ടിയിട്ടുണ്ടാവും. അതായത് നമ്മൾക്ക് അവിടെ ട്യൂഷൻ ഫീസൊന്നും കൊടുക്കേണ്ട, അഡ്മിഷൻ്റെ സമയത്ത് ചേരേണ്ട കുറച്ച് എമൗണ്ടുകൾ കൊടുത്താൽ മതിയാവും. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ വീണ്ടും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മുടെ ഓപ്ഷൻസ് പരിഗണിച്ചു, നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് നമുക്ക് വേറൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ ട്യൂഷൻ ഫീ വേവിയർ സ്കീം നമുക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല. ആ കോളേജിൽ ആ കോഴ്സിൽ കുറഞ്ഞ ഇൻകവും നല്ല റാങ്കും വന്നേക്കുന്ന, അതായത് ആദ്യത്തെ റാങ്കുകൾ വന്നേക്കുന്ന ഏത് കുട്ടിയാണോ ആ കുട്ടിക്കായിരിക്കും FW സീറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലെല്ലാം തന്നെ ഈ AI സീറ്റ് നൽകുന്ന ട്യൂഷൻ ഫീ വേവിയർ സ്കീമുണ്ട്. അതെല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല. ആ ഒരു ഇത്ര പെർസെൻറ്റേജ്, ചിലപ്പോൾ 6 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും. അപ്പോൾ ആ ഒരു നമ്പേഴ്സാണ് ഓരോ കോഴ്സിലും ഓരോ കോളേജിലും എല്ലാ പ്രോഗ്രാമിലുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലുണ്ടാവും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുണ്ടാവും, ത്രിപിളിയിലുണ്ടാവും. അങ്ങനെ എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സിലും 3 കുട്ടികളൊക്കെയാണ് സാധാരണ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് അലോട്ട് ചെയ്തേക്കുന്നത്, അത് നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വരുമ്പോൾ അറിയാൻ പറ്റും ഏത് സീറ്റിലാണ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ പ്രൊഫൈൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടി. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല. നിങ്ങളാണ് അടുത്ത ഓപ്ഷനിലും അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലും ആ ഒരു കുറഞ്ഞ ഇൻകവും നല്ല റാങ്കും വരുന്ന കുട്ടിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം, നിർബന്ധമില്ല കേട്ടോ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സീറ്റിൽ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് ആലോചിച്ചിട്ട് സെക്കൻഡ് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡിലാണ് നിങ്ങൾക്ക് ട്യൂഷൻ ഫീ വേവിയർ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ തേർഡിൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആ ട്യൂഷൻ ഫീ വേവിയറും വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ.